വെൽക്കം. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ മസ്തിഷ്കത്തെ പ്രോഗ്രാം ചെയ്യുന്നതിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉപയോഗിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിനി പറയാൻ പോവുകയാണ്. പലർക്കും ഇതറിയില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്, അത് സത്യമാണോ മിഥ്യയാണോ എന്ന് നിങ്ങളുടെ മസ്തിഷ്കത്തിന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഏത് കാര്യത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് മസ്തിഷ്കത്തിൻ്റെ പ്രതിക്രിയ ഉണ്ടാവുന്നു. നിങ്ങൾ വളരെ വലിയ സമ്പത്തിന് അർഹനാണ്, സമൃദ്ധിക്ക് അർഹനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം മെല്ലെ മെല്ലെ അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. പ്രശസ്തരായ ചില മഹാന്മാരുടെ ഉദാഹരണം തന്നെ എടുക്കാം. ടോണി റോബിൻസൺ, അദ്ദേഹം എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ശക്തിയെപ്പറ്റി വളരെയധികം സെമിനാറുകൾ നടത്താറുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനർമാരിൽ ഒരാളായി തീർന്നത്? എപ്പോഴോ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്വയത്തിൻ്റെ ശക്തിയിൽ, സ്വയത്തിൻ്റെ കഴിവിൽ വിശ്വസിച്ചു. എന്താണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്? അദ്ദേഹം പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ നിങ്ങളോട് തന്നെ നടത്തുന്ന ആത്മസംഭാഷണങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം. മാത്രമല്ല, പല കോടിപതികളും വിജയികളും ഈ ഒരു കാര്യത്തെ പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ ആന്തരിക സംഭാഷണങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നത്. അവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അവരുടെ പോസിറ്റീവായ ആന്തരിക സംഭാഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രഭാവമുണ്ടാക്കിയെന്ന്. അവനവനെ തന്നെ പോസിറ്റീവായ ഫ്രെയിമിലൂടെ നോക്കുന്ന സ്വഭാവം അവരുടെ ജീവിതത്തിൽ സകാരാത്മകമായ നേട്ടങ്ങൾക്ക് സഹായിച്ചു. പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും അവർ ഉപയോഗിച്ച രീതികളെപ്പറ്റിയും അവരുടെ ട്രെയിനിങ്ങിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ വാക്കുകളിൽ പര്യാപ്തമായ ശക്തിയുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ജീവിത സാഹചര്യം ഓട്ടോമാറ്റിക്കായി രൂപപ്പെടുന്നു. ഇനി നിങ്ങൾ എന്നോട് ഈ കാര്യം പറയൂ. ആന്തരിക സംഭാഷണങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതോ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, എനിക്കിതിന് കഴിയില്ല. ഇനി മുതൽ നിങ്ങൾ അങ്ങനെ പറയരുത്. പകരം നിങ്ങൾ ഇങ്ങനെ പറയണം, ഞാൻ സമ്പത്തിനും സമൃദ്ധിക്കും അർഹനാണ്, എനിക്കത് നേടാൻ സാധിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പര്യാപ്തമായ മാറ്റം കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. അതിനാൽ ഉടൻ തന്നെ നിങ്ങളുടെ വാക്കുകളിൽ മാറ്റം കൊണ്ടുവരുന്നതിനായിട്ട് ഞാൻ നിങ്ങൾക്കായി ഒരു ചലഞ്ച് നൽകുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ പറയുന്ന വാക്കുകളിലും ചിന്തകളിലും ശ്രദ്ധിക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന നെഗറ്റീവ് വിചാരങ്ങളെ ശ്രദ്ധിക്കുകയും അവയിൽ മാറ്റം കൊണ്ടുവരാനും ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കനുസൃതമായി ഒഴുകാൻ തുടങ്ങുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല, പണം ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നും വരാൻ തുടങ്ങും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പറയാത്തതും ചിന്തിക്കാത്തതുമായ ഒരു കാര്യത്തെ പറ്റിയാണ്. അതാണ് അറിവില്ലായ്മയും ഭയവും. അറിവില്ലായ്മയും ഭയവും, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ സമ്പത്തിനെ ആകർഷിക്കുന്ന ശക്തിയെ കുറയ്ക്കുന്നു. എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്, അതോടൊപ്പം ഭയവും ഉണ്ടാകുന്നു. ഇങ്ങനെ സമ്പത്തില്ലാത്ത ഒരവസ്ഥയും അതിനോടുള്ള ഭയവും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നനാവാൻ സാധിക്കില്ല. ത്തിൻ്റെ ഇല്ലായ്മയുടെ ഭയം നിങ്ങൾക്കുണ്ട്. ആ ഭയം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഭയം നിങ്ങളെ പുതുതായിട്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്ത് സമ്പത്താണോ ഉള്ളത് അതുകൂടി നഷ്ടപ്പെടും എന്നുള്ള ഭയം നിങ്ങളെ എപ്പോഴും കാർന്നു തിന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തികമായ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഈ രഹസ്യം ശ്രദ്ധിക്കുക. അതായത്, നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് സമ്പത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയും സമ്പത്തിനോടുള്ള ഭയവും. നമുക്ക് ചുറ്റും വേലി നിർമ്മിക്കുന്ന ഈ ഭയത്തെ തീർച്ചയായും പൊളിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മുൻപിൽ ഉള്ള ബ്രഹ്മാണ്ടത്തിൻ്റെ സാധ്യതകളിലേക്കുള്ള വാതിൽ തുറക്കണം. സമ്പത്തിനോടുള്ള അറിവില്ലായ്മയും ഭയവും ഇല്ലാതാക്കുമ്പോൾ ബ്രഹ്മാണ്ടം നിങ്ങൾക്ക് വേണ്ടി സമൃദ്ധിയുടെ വാതിൽ തുറന്നു തരും. അതിനുള്ള സാധ്യതകൾ എങ്ങനെയെന്ന് കാണുന്നതിനായിട്ട് അടുത്ത വീഡിയോകളിൽ വിവരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്